രാച്ചിയമ്മ എന്നുള്ള ക്യാരക്ടർ ആളുകൾ കുറേ അതിനെപ്പറ്റി എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് ആണും പെണ്ണും എന്നുള്ള സിനിമയിൽ ഒരു സെഗ്മെൻ്റായിട്ട് പാർവതി തിരുവോത്ത് ചെയ്തപ്പോൾ പിന്നീട് പാർവതി തിരുവോത്തിൻ്റെയും സോനനാഥിൻ്റെ പ്രകടനങ്ങൾ എടുത്തു പറയും. സോനനാഥിൻ്റെ പ്രകടനമാണ് മികച്ചതെന്ന് ഒരുപാട് പേര് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള താരതമ്യങ്ങൾ കാണും വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് അത് വായിക്കും. എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തരും. ലൈക്ക് ഞങ്ങളുടെ രാശിയമ്മ സോന നായരായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ മാതിരി സോക്കോൾ ആ യൂട്യൂബിലെ കണ്ടന്റും കമൻസുകളൊക്കെ ഇങ്ങനെ അയച്ചു തരും. എന്നെ സംബന്ധിച്ച് അന്ന് ഹരികുമാർ സുഹൃതം ഡയറക്റ്റ് ചെയ്ത ഹരികുമാർ സാറാണ് അത് ചെയ്തത്. വളരെ ലഘുവായിട്ടുള്ള ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു രാച്ചിയമ്മ. രാച്ചിയമ്മയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. രാച്ചിയമ്മ സിനിമ ആക്കാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പം ആ രാച്ചിയമ്മ എനിക്ക് കിട്ടിയത് ഭയങ്കര ആ ഉറൂബിൻ്റെ ഒരു നോവല് രാച്ചിയമ്മയിൽ ആ ഒരു അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ കിട്ടുന്നത് മഹാഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. അന്ന് ഞാൻ അത് ചെയ്തു. അത് ഹരികുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാച്ചിയമ്മയാണ് ചെയ്തത്. പാർവതിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പം പാർവതി വേണുചേട്ടൻ്റെ രാച്ചിയമ്മയാണ്. വേണു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറിൻ്റെ ഒരു രാച്ചിയമ്മ. രണ്ടിനും അജഗജാന്തര വ്യത്യാസമുണ്ട്. ആക്ടിങ് വൈസ് അല്ല ഞാൻ പറയുന്നത്. ആ പോർട്രേ ചെയ്ത രീതി, രാച്ചിയമ്മയെ പോർട്രേ ചെയ്ത രീതി രണ്ടും കാണുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏതാണ് മികച്ചതെന്ന് അത് കാഴ്ചക്കാരുടെ ഒരു രീതിയും ഇല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർ കുറേ പേര് വായിച്ചിട്ടുള്ളവരാണ് നല്ല കമൻസ് എനിക്ക് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ പാർവതി ഒരു തരത്തിലും പാർവതിക്ക് എവിടെയോ ഏതോ വലിയ ഗ്രാഫിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്. എനിക്കിഷ്ടമുള്ള നടിമാരിൽ പുതുമുഖത്തിൽ ഇഷ്ടമുള്ള നടിമാരിൽ ഒരു വ്യക്തിയാണ്. അപ്പം അത് വേറൊരു ഗ്രാഫാണ് ആ കുട്ടിയുടെ ആക്ടിങ് ഇതുമൊക്കെ. നമുക്ക് എപ്പോഴും ആർട്ടിസ്റ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് മേക്ക് ചെയ്യുന്നവരുടെ കയ്യിലാണ് അതിരിക്കുന്നത്. നമ്മൾ വന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ തന്നെ ഓൺ ചെയ്തിട്ട് തന്നെ അഭിനയിച്ചങ്ങ് പോകുന്നതല്ലല്ലോ. അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ്റെ രാജ്യം വേണത്. അപ്പം അതുകൊണ്ട് ആ വ്യത്യാസങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഒരു 2 ആക്ടേഴ്സിൻ്റെ അഭിനയം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കുറേ മെഗാ സീരിയലുകളുടെ കൂടെ ഭാഗമായിരുന്നല്ലോ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്രയധികം ഏകദേശം 4 മെഗാ സീരിയലുകളൊക്കെ ഒരുമിച്ച് ചെയ്ത സമയം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശ്രീ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ഒന്ന് നായിക ആവാൻ പോയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സീരിയൽ എക്സ്പോഷർ ഹെവി ആയിട്ടുണ്ടെങ്കിൽ പൊതുവേ സിനിമയിൽ വളരെ വരുന്നത് ഭയങ്കര ഇതായിരിക്കും. പണ്ടൊക്കെ ഞാൻ ഞാൻ സീരിയലിൽ കൂടെയാണ് വന്നത്. വെരി ബിഗിനിങ് 91 ഒരു കൂടെയും കുഞ്ഞുമംഗളം എന്ന് പറഞ്ഞിട്ട് ഒരു 13 എപ്പിസോഡ് സീരിയലിൽ കൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അന്ന് ആ കാലഘട്ടത്ത് അറ്റ് ദ സെയിം ടൈം രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ഞാനായിരുന്നു. സീരിയലിൽ മെയിൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതേ സമയം തന്നെ സിനിമയിൽ ഒരുപാട് അക്കാഡമിക് മൂവിയിൽ ഹീറോയിനായിട്ട് ഒരുപാട് പേരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്ലസ് കമേഴ്ഷ്യൽ മൂവിയിൽ സബ് ക്യാരക്ടേഴ്സും ചെയ്ത് അങ്ങനെ. അപ്പം രണ്ടും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് മാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ ഡേറ്റ്സ് ക്ലാഷ് ഇല്ലാതെ, കമ്മിറ്റ്മെൻറ്റ്സ് അതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഫാമിലി ആയിരുന്നു. ഞാൻ അന്ന് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഹസ്ബൻഡ് ക്യാമറാമാൻ ഉദയനമ്പാടി. അദ്ദേഹം ഈ ഫീൽഡിലും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര ലിഫ്റ്റപ്പ് ഭയങ്കര ഹെവി ആയിരുന്നു. ആളെല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇൻ ദ സെൻസ് ഞാൻ വർക്കിന് പോകുമ്പോഴും ഷൂട്ടിന് പോകുമ്പോഴും ഡേറ്റ്സ് ഫുൾ ടൈറ്റായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു എല്ലാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അന്ന്. പിന്നെ ഇപ്പോൾ ഈ ചോദ്യം വന്നത് അതുകൊണ്ടാണോ ഇത് വന്നത് എനിക്കറിയത്തില്ല. എന്നെ മലയാള സിനിമ അത്രയും നന്നായിട്ട് എന്നെ യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാനിപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ നല്ലൊരു ആക്ട്രസ് ആയാണ്. പക്ഷെ ഞാനൊരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് ആയത് എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ലൈക്ക് ഞാനൊരു ഭയങ്കര പീക്കിൽ നിൽക്കുന്നതായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ഇന്നും ഞാൻ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ചിലപ്പം ആയിന്ന് വരില്ല. ഒരു പക്ഷേ അത്തരം ഏറ്റക്കുറച്ചിലുകളുള്ള കഥാപാത്രങ്ങൾ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോഴും ഈ ഒരു മൊമെന്റിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറൗണ്ട് ഒരു 36-37 വർഷമായി ഇൻഡസ്ട്രിയിൽ. സോ ഇന്നും ആളുകൾ ചെറുതായിട്ടെങ്കിലും ഇഷ്ടപ്പെടുകയും നിറയെ വർക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത് മേ ബി ലൈക്ക് ഞാൻ ആ ഒരു പീക്കിൽ ഒരു പക്ഷേ അപ്പം ഈശ്വരന് അറിയാമായിരിക്കാം മേ ബി ഞാൻ എല്ലാം അവിടേക്ക് വിടുന്നതാണ്. ആ ഒരു പവറിലേക്ക് വിടുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആ പവറാണ് തരുന്നത്. പോയി ചെയ്യൂ, വന്നിരുന്നോളൂ, വീട്ടിൽ ഇരിക്കുന്നു, കുറച്ച് നാൾ വീട്ടിൽ ഇരുന്നോളൂ, ബാക്കിയുള്ള. അപ്പം ആ പവറിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും എന്നെ ഇങ്ങനെ തട്ടി കൊണ്ടുപോകുന്നത് ആ പവറാണ്. ആൾക്കാരുടെ ഒരു ക്യാരക്ടർ എഴുതുമ്പം സോന നേർക്ക് കൊടുത്താലോ എന്ന് ആ മനസ്സിൽ വിചാരിപ്പിക്കുന്നതും ആ പവറാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും
ഇതൊന്നും ഒരിക്കലും ഭയങ്കര ഒരു ഭയങ്കര ഹെവിലി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. ഇൻഡസ്ട്രി എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മളൊന്നുമല്ല. നമ്മൾ വന്നു പോകുന്ന ഒരു പാസഞ്ചർ മാത്രമാണ്. വരുന്നു, ഒരുപാട് പേരെ നമ്മൾ ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു. അടുത്ത ടീമുകൾ വരുന്നു, അടുത്ത പാസഞ്ചർ കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് എന്നെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സ്കില്ല് വെച്ച് ഞാൻ എന്നെ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാൻ ഒരു സമയം പോലും വീട്ടിൽ വെറുതെ നിന്നിട്ടില്ല. സിനിമ അല്ലെങ്കിൽ സീരിയൽ, സീരിയൽ അല്ലെങ്കിൽ സിനിമ, ഇങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആ സ്കില്ല് വെച്ച് ഞാൻ എന്നെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിമനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ആം ആൻ അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് എന്നേ പറയുള്ളൂ. ഇൻ ദ സെൻസ് ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ എന്ന് കരുതി നമുക്ക് ഗോപാലകൃഷ്ണൻ മറക്കാനാവില്ല, അവരെ ഒന്നും മാറ്റി നിർത്താനും പറ്റില്ല. പ്രിയദർശനെ പോലെ, സത്യനന്ദിക്കാടിനെ മറക്കാനാവില്ല, ലോഹി, പ്രിയദർശൻ, ജോഷി. പ്രിയദർശൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് അറിയുമോ എന്ന് പോലും, എനിക്ക് ഹിന്ദി അറിയുമോ എന്ന് പോലും അറിയാതെ എന്നെ ഹിന്ദി മലാമൽ വീക്കിലി, കമാൽ ദമാൽ മലാമൽ, രംഗ് റേസ്, അങ്ങനെ ഫോർബിഡൻ ലവ്, ഫോർബിഡൻ ലവ്, അത് ശരിക്കും സീ ടി വിയിലെ ഇതായിരുന്നു വന്നിട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനെ ഹിന്ദിയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് അധികം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തരുന്നത് വെട്ടം എന്നുള്ളൊരു സിനിമയിൽ കൂടെയാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നതൊക്കെ. ആ വെട്ടത്തിൽ കൂടെയാണ് ആ ഒരു അതിന് തൊട്ട് മുൻപ് നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കിട്ടിയപ്പം അതിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു വന്നത്. അവിടെയും ചെറിയ വിഷയങ്ങളൊക്കെ വന്നിരുന്നു, അതും വന്നിരുന്നു. അതൊക്കെ ഞാൻ ഈ എന്താ കമ്മിറ്റി ആൾക്കാർ വഴി ഞാൻ അറിയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും നമുക്ക് പരിചിതമുള്ള ആൾക്കാർ. കുറേ കാര്യങ്ങളുണ്ടല്ലോ ലാസ്റ്റ് മിനിറ്റ് ഫ്ലിപ്പ് ആയത്. അപ്പം അങ്ങനെ അത് വന്നിട്ടുണ്ട്. അന്ന് സുഹാസിനി മാമും ഞാനുമായിരുന്നു. അപ്പം ആ ഒരു സാധനത്തിൽ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യം വരും, നിർഭാഗ്യത്തിൽ അത് മാറിക്കിട്ടും. പക്ഷേ അത് ആ ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നെ ഒരു ഭയങ്കര സംഭവത്തിലൊന്നും മലയാള സിനിമയിൽ ആക്കിയതൊന്നുമില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അത് ഓക്കെ, സന്തോഷം. പക്ഷേ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതോടുകൂടി ഞാനൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകനെയാണ് പരിചയപ്പെട്ടത്, ശ്രീ പ്രിയദർശൻ. അദ്ദേഹം ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് വെട്ടം എന്നൊരു സിനിമ തരികയാണ്. ആ വെട്ടത്തിലെ പെർഫോമൻസ് മാത്രം മതി പുള്ളിക്ക് ബാക്കി 4-5 സിനിമയിലേക്ക്, അതും ഹിന്ദി സിനിമയിൽ ഞാനൊക്കെ കൗതുകത്തോടുകൂടി ജന്മത്ത് ഒരു തവണ പോലും കാണാൻ സാധിക്കാത്ത ആൾക്കാരാണ് എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് വിചാരിച്ച ആൾക്കാരുടെ കൂടെ ഭാര്യയായിട്ടും മകളായിട്ടും ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മലാമൽ വീക്കിലിയുടെ സമയത്ത് ഈ ഓംപുരി, ശക്തി കപൂർ, റീമാസൻ ഇവരൊക്കെ സോന കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, അഭിവാദ്യം ചെയ്യായിരുന്നു എന്നൊക്കെ. അങ്ങനെയല്ല, അതല്ല. ഇവർക്ക് നമ്മളിവിടെ ഉള്ളവരും ഈ പറഞ്ഞ പോലെ വെളിയിൽ നിന്നൊക്കെ ആർട്ടിസ്റ്റുകൾ വന്ന് നമ്മൾ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും.